ഹായ് ഓൾ, എജ്യൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ DMEയുടെ സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ കഴിഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അതിന്റെ ആൻസർ കീ കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അന്നേ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ PSC ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറെ നല്ല സ്പീഡിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിന്റെ ഒരു ബിഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞിരുന്നു. സോ എന്താണ് ആ ബിഗ് അപ്ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം. അതെ, പലർക്കും ഇതുപോലൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും അല്ലെ? അതായത് ഒരു പേര്, നിങ്ങളുടെ പേര് ആദ്യം ഉണ്ടാവും, പിന്നെ അർജന്റ് ആക്ഷൻ റിക്വയർഡ് ഫ്രം യു for category number 469/2024 login and view profile message for details എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കേരള PSCയുടെ മെസ്സേജ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ചെക്ക് ചെയ്യുക. അതുകൂടാതെ തന്നെ ചിലർക്ക് ഇൻ കേസ് മെസ്സേജ് മിസ്സായിട്ടുണ്ട്, മെസ്സേജ് വന്നിട്ടില്ല എങ്കിൽ എക്സാം എഴുതി എല്ലാവരും നിങ്ങളുടെ PSCയുടെ പ്രൊഫൈൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുക. അതിനകത്ത് പ്രൊഫൈൽ മെസ്സേജ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാകും. അതിനകത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. സോ വന്നിട്ടുള്ളവരെ എന്താ ചെയ്യേണ്ടത്, അതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. വന്നിട്ടുള്ളവർ ചെയ്യേണ്ട മെയിൻ കാര്യം നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും കൃത്യമായിട്ട് ആ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. വേറൊരു കാര്യം കൂടി, ഞാൻ വളരെ സന്തോഷമുള്ള കാര്യം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ JPHന്റെ DHS JPHന്റെ ട്രിവാൻഡ്രത്തിന്റെ മെയിൻ ലിസ്റ്റ് എന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് കുട്ടികൾ ആ മെയിൻ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയുന്നു. വളരെ സന്തോഷം. അതുകൂടാതെ തന്നെ ഈ നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷന്റെ പ്രൊഫൈൽ മെസ്സേജ് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിലും വളരെ സന്തോഷം. എല്ലാവർക്കും, ഒരുപാട് കുട്ടികൾക്ക് നല്ല നല്ല റാങ്ക് മേടിച്ച് എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കട്ടെ കേട്ടോ. അതുകൂടാതെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഇപ്പൊ നമ്മുടെ JPHന്റെ എക്സാം കഴിഞ്ഞു, അതിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു, അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തു, അതിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു, അതിന്റെ OTP നമുക്ക് വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും അല്ലെ? സോ അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കോൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന് കൂടെ ഉള്ളൊരു റിപ്ലൈ ആണ്. അതായത് നോക്കിക്കേ, നമ്മുടെ JPHN അതുപോലെ ഇതുവരെ ഏതെങ്കിലുമൊക്കെ എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞു, വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, അതിനുശേഷം പുതുതായിട്ട് യാതൊരു യോഗ്യതകളും നിങ്ങൾ നേടിയിട്ടില്ല. അതായത് സാധാരണ നമുക്ക് ചേഞ്ച് വരുന്നത്, ഒന്ന് ചിലപ്പോൾ നമ്മുടെ അഡ്രസ്സ് ചേഞ്ച് വരാം. അതായത് രണ്ടാമത് നമുക്ക് ചേഞ്ച് വരാൻ സാധ്യതയുള്ളത് രജിസ്ട്രേഷൻ. അപ്പൊ രജിസ്ട്രേഷൻ ചിലപ്പോൾ നമുക്ക് എക്സ്പയർ ആയിട്ടുണ്ടാവും, അതിനുശേഷം നമുക്ക് പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതുകൂടാതെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ ക്വാളിഫിക്കേഷൻ നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമ്മുടെ NCLC അതായത് നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് പോലെയുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ് നമ്മൾ പുതുക്കിയിട്ടുണ്ടാവും. സോ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അഡ്രസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതങ്ങ് വിട്ടേക്കുക, അഡ്രസ് ചേഞ്ചിന്റെ കാര്യം വിട്ടേക്കുക. രണ്ടാമത് ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ റിന്യൂ ചെയ്തിട്ടുണ്ട്, അതല്ല നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ റിന്യൂ ചെയ്തിട്ടുണ്ട്, പുതിയത് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ, അതല്ല നിങ്ങൾ നേരത്തെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നത് ഡേറ്റ് കഴിഞ്ഞതാണ്, അതിന്റെ വാലിഡിറ്റി കഴിഞ്ഞതാണ് എങ്കിൽ നിങ്ങൾ പുതിയൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് അതുകൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ പറയുന്നത് ഓൾറെഡി വെരിഫിക്കേഷൻ കഴിഞ്ഞ് വൺ ഡേ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉള്ളവരോടാണ് ഞാൻ പറയുന്നത്. പുതുതായിട്ട് എന്തെങ്കിലും അഡീഷണൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അല്ല എങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഒന്നുകൂടെ കൺഫേം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് PSCയിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുകൂടാതെ തന്നെ ഈ പ്രൊഫൈൽ മെസ്സേജ്, അതായത് നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുള്ള നമ്മുടെ മെസ്സേജ് ഉണ്ടല്ലോ, അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി വെരിഫിക്കേഷൻ കഴിഞ്ഞവരാണ് എങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടെ ഈ ലിസ്റ്റിൽ വന്നവർക്ക്, അതായത് ലിസ്റ്റിൽ വന്നവർക്കല്ല, ലിസ്റ്റിൽ വരാൻ പോകുന്നവർക്ക് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഈ നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ സാധ്യത ഉള്ളവർക്കാണോ ഈ മെസ്സേജ് വരിക എന്നുള്ളത് കേട്ടോ. അതിന് കൂടെ ഞാനൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞോട്ടെ. അതായത് ഷോർട്ട് ലിസ്റ്റിൽ, തീർച്ചയായിട്ടും ഷോർട്ട് ലിസ്റ്റിൽ വരാൻ സാധ്യത ഉള്ളവർക്ക് തന്നെയാണ് മെസ്സേജ് വരിക. അതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, സപ്പോസ് PSCക്ക് ഒരു 200 പേരുടെ ലിസ്റ്റ് വേണം എന്ന് വെച്ചോളൂ. സോ PSC എന്താ ചെയ്യുക, ഒരു 250 പേർക്ക് ഇതുപോലെ പ്രൊഫൈൽ മെസ്സേജ് അയക്കും. കാരണം ഇൻ കേസ് ഏതെങ്കിലുമൊക്കെ കാൻഡിഡേറ്റ്സിനെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, അവർക്ക് യോഗ്യതകളില്ലെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും മാനദണ്ഡ പ്രകാരം അവരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ PSCക്ക് പക്ക ഒരു 200 പേരുടെ ലിസ്റ്റ് വേണം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും PSC കുറച്ച് കൂടുതൽ പേർക്ക് പ്രൊഫൈൽ മെസ്സേജ് അയക്കാറുണ്ട്. സോ ഇതിന്റെ പ്രൊഫൈൽ മെസ്സേജ് വന്നു എന്നുള്ളതിന് അർത്ഥം ഒരിക്കലും ജോലി കിട്ടിയെന്നോ അല്ലെങ്കിൽ ലിസ്റ്റ് വരുമെന്നോ ഉറപ്പല്ല. പക്ഷെ ലിസ്റ്റിൽ വരാൻ സാധ്യത ഉള്ളവർക്കാണ് പ്രൊഫൈൽ മെസ്സേജ് വരിക. അതിൽ ടോപ്പ് റാങ്ക് ഉള്ളവർക്ക് ആദ്യമേ റാങ്ക് ലിസ്റ്റ് വരികയും ജോലി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇതാണ്, ഈ ഒരു കാര്യം കൂടിയാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പൊ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഈ ഒരു പ്രൊഫൈൽ മെസ്സേജ് വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു നിർത്തിക്കളയരുത്. അതിന് ഇനി സമയമുണ്ട്. അതായത് നിങ്ങൾക്ക് ജോലി കിട്ടി, ജോലിയിൽ പ്രവേശിക്കുന്നത് വരെ നിങ്ങളുടെ പഠനം കണ്ടിന്യൂ ചെയ്യണം. കാരണം നമുക്ക് അറിയില്ല അല്ലെ, നമ്മൾ എപ്പോഴും എന്തിനും റെഡി ആയിട്ടിരിക്കുക. പക്ഷെ എങ്കിലും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ് അല്ലെ. നമ്മൾ നല്ലതിന് വേണ്ടി ഹോപ്പ് ചെയ്യുക, നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക, അത് റിസീവ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും എത്രയും വേഗം ഒരു ഗവൺമെന്റ് ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.